നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ടി20 ലോകകപ്പിൽ എല്ലാ ആരാധകരും ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരം നാളെ നടക്കാൻ പോവുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആരാധകർക്കത് വാശിയേറിയ പോരാട്ടത്തിന്റെ അസുലഭ നിമിഷങ്ങളാവും സമ്മാനിക്കുക. ന്യൂട്രൽ വേദി ആയതിനാൽ തന്നെ ഇത്തവണ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാവും ചിരവരി പോരാട്ടം നടക്കുന്നത്. ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തോടെ എത്തുമ്പോൾ പാകിസ്ഥാനും ആദ്യത്തെ 2 മത്സരങ്ങളും ജയിച്ചു തന്നെയാണ് ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നത്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ തലപ്പത്ത് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ നിലവിൽ 2ാം സ്ഥാനത്താണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലെ വിജയികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്രൂപ്പിലെ ചാമ്പ്യന്മാർ ആരാണെന്ന് തീരുമാനിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ ഇറങ്ങുമ്പോൾ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഉറ്റുനോക്കുന്ന ഒരു കാര്യം സഞ്ജു സാംസണിന്റെ പ്ലേയിങ് ഇലവനിലെ സ്ഥാനമാണ്. വലിയ കാത്തിരിപ്പിനൊടുവിൽ നമീബിയക്കെതിരായ മത്സരത്തിലൂടെ സഞ്ജു ടി20 ലോകകപ്പിലെ തന്റെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. വലിയ സ്കോറിലേക്ക് ഉയരാൻ ആയിട്ടില്ലെങ്കിൽ തന്നെ 8 പന്തിൽ 22 റൺസ് എന്ന ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്താണ് സഞ്ജു മടങ്ങിയത്. ഇതുകൊണ്ട് മാത്രം പാകിസ്ഥാനെതിരായ മത്സരത്തിൽ സ്ഥാനം പിടിക്കുക എളുപ്പമായിരിക്കില്ല. അഭിഷേക് ശർമ്മ ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരിച്ചെത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളുള്ളത്. സഞ്ജു സാംസണെ പാകിസ്ഥാനെതിരെ കളിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നതാണ് നിലവിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. സഞ്ജുവിനെ കളിപ്പിക്കാൻ സാധ്യത വിരളവും കളിപ്പിക്കാതിരിക്കാൻ കാരണങ്ങൾ കൂടുതലുമാണെന്ന് ഈ സമയത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇതിന് ചില കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം സഞ്ജുവിന്റെ കൊളംബോയിലെ ബാറ്റിംഗ് കണക്കുകൾ തന്നെയാണ്. നമുക്കറിയാം, കൊളംബോയിലെ പിച്ച് സ്പിന്നിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ സ്പിന്നർമാരുടെ ഒരു മേൽക്കോയ്മ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഇത് മുന്നിൽ കണ്ടു തന്നെയാവും കളിക്കുക. സഞ്ജു സാംസണിന്റെ മാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ സമീപകാലത്തെ ബാറ്റ്സ്മാൻമാരുടെ എല്ലാം പ്രകടനം നോക്കുമ്പോൾ സ്പിന്നിനെതിരെ അല്പം പതറുന്നതായിട്ട് കാണാൻ പറ്റും. ഇക്കഴിഞ്ഞ നമീബിയക്കെതിരായ മത്സരത്തിലടക്കം ഇത് നമ്മൾ കണ്ടതാണ്. കൊളംബോയിലേക്ക് എത്തുമ്പോൾ ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസൺ ഇതുവരെ 3 മത്സരങ്ങളാണ് കൊളംബോയിൽ കളിച്ചിട്ടുള്ളത്. 34 റൺസാണ് അദ്ദേഹത്തിന് ആകെ ഇവിടെ നേടാനായത്. 11.33 ശരാശരി മാത്രം. സ്ട്രൈക്ക് റേറ്റ് 94. ഇത്തരം ഒരു കണക്കുള്ള സഞ്ജുവിനെ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെ കളിപ്പിക്കുക എന്നത് അല്പം സാഹസം തന്നെയാണ്. സഞ്ജു സാംസണെ ഇന്ത്യ കളിപ്പിക്കണമെങ്കിൽ അദ്ദേഹം ഫോമിലേക്ക് എത്തിയെന്ന് ഇതിനോടകം തെളിയിക്കേണ്ടതായിരുന്നു. എന്നാൽ ലഭിച്ച അവസരങ്ങളൊന്നും അദ്ദേഹത്തിന് മുതലാക്കാനായില്ല. നമീബിയക്കെതിരെ ഭേദപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും അത്ര ശ്രദ്ധേയമായിരുന്നില്ല അത്. ഒരു അർദ്ധ സെഞ്ചുറിയോ സെഞ്ചുറി പ്രകടനമോ നടത്തിയിരുന്നെങ്കിൽ പാകിസ്ഥാനെതിരെ തീർച്ചയായിട്ടും സഞ്ജുവിന് ടീമിൽ സ്ഥാനം ലഭിച്ചേനെ. എന്നാൽ ഇഷാൻ കിഷൻ 50 നേടുകയും സഞ്ജു 22 റൺസിൽ പുറത്താകുകയും ചെയ്ത സാഹചര്യത്തിൽ സഞ്ജുവിന് സാധ്യതകൾ കുറവും ഇഷാന് കൂടുതൽ പരിഗണന കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി സഞ്ജുവിന്റെ സമ്മർദ്ദം പാകിസ്ഥാനെതിരെ ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കളിപ്പിക്കുക എന്നത് ഇന്ത്യക്ക് ഗുണകരമായി മാറും എന്ന് നിലവിലെ സാഹചര്യത്തിൽ പറയാനുമായില്ല. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ സഞ്ജു നടത്തിയ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. തിലക് വർമ്മയ്ക്കൊപ്പം മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധിച്ചുവെങ്കിലും സഞ്ജുവിന്റെ വ്യക്തിഗതമായ പ്രകടനം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ 24 റൺസാണ് നേടാനായത്. അദ്ദേഹത്തിന്റെ പല ഷോട്ടുകളും മിസ് ഷോട്ടുകളായിട്ട് മാറുന്നതുമാണ് കാണാനായത്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെ അഭിഷേക് ശർമ്മയെ പുറത്തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇഷാൻ കിഷനെ മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ജുവിനെ കളിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യ അത്ര എളുപ്പത്തിൽ തയ്യാറായേക്കാവുന്ന കാര്യമല്ല. മറ്റൊരു സാധ്യത റിങ്കു സിംഗിനെ പുറത്തിരുത്തുക എന്നുള്ളതാണ്. റിങ്കു സിംഗിനെ പുറത്തിരുത്തി പകരം സഞ്ജു സാംസണെ കളിപ്പിക്കുക എന്നതും സാഹസമാണ്. റിങ്കു സിംഗ് സമീപകാലത്തായി മോശം ഫോമിലാണെങ്കിൽ തന്നെ ഫിനിഷർ എന്ന നിലയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിവുള്ള താരമാണ് റിങ്കു സിംഗ്. അതുകൊണ്ട് തന്നെ റിങ്കുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പദ്ധതി ഇന്ത്യ തയ്യാറാവുമോ എന്നത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഇതിൽ ഒക്കെ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജുവിന്റെ സമ്മർദ്ദം തന്നെയാണ്. സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്നത് കാത്തിരുന്ന് തന്നെ നമ്മൾ കാണേണ്ട കാര്യമാണ്. അഭിഷേക് ശർമ്മ ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരിച്ചെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഞ്ജുവിനെ തഴയാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം, പാകിസ്ഥാനെതിരെ സഞ്ജുവിന് വലിയ അനുഭവ സമ്പത്തില്ല. അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ ഒരു പ്രഷർ എന്നത് തികച്ചും വ്യത്യസ്തമായിരിക്കും. സാധാരണ മത്സരങ്ങളെക്കാൾ ഉയർന്ന സമ്മർദ്ദം ഈ മത്സരത്തിനുണ്ടാവും. അതുകൊണ്ട് തന്നെ അനുഭവ സമ്പത്തിന് വളരെ പ്രസക്തിയുണ്ട്. സഞ്ജു ഏഷ്യ കപ്പിൽ ഒരു മത്സരമാണ് കളിച്ചത്. അന്ന് തിലക് വർമ്മയ്ക്കൊപ്പം സഞ്ജു ഉണ്ടാക്കിയ കൂട്ടുകെട്ട് ഇന്ത്യയുടെ ജയത്തിൽ വളരെ നിർണായകമായെങ്കിലും
സഞ്ജുവിൻ്റെ വ്യക്തിപരമായ പ്രകടനം നോക്കുമ്പോൾ അത് അത്ര മികച്ചതാണെന്ന് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഏറ്റവും ആവേശകരമായി കൊളംബോയിൽ നടക്കുമ്പോൾ ഇന്ത്യക്ക് ജയത്തോടെ തന്നെ കരുത്ത് കാട്ടാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആരാധകരെ നിരാശരാക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി കൊളംബോയിൽ നിന്ന് വരുന്നുണ്ട്. അത് കാലാവസ്ഥ റിപ്പോർട്ടാണ്. നിലവിലെ അവിടുത്തെ റിപ്പോർട്ടുകൾ പ്രകാരം രാവിലെ മുതൽ വൈകിട്ട് വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ 7 മണിക്കൊക്കെ സമയത്ത്, അതായത് മത്സരം തുടങ്ങേണ്ട 7 മണി സമയത്തൊക്കെ മഴയുടെ അളവിൽ കുറവുണ്ടായേക്കാം. മഴയെ തുടർന്നുണ്ട് ഉണ്ടാകുന്ന ഈർപ്പവും പിച്ചിൻ്റെ സ്വഭാവത്തിലെ മാറ്റവും എല്ലാം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോസും മത്സരത്തിൽ വളരെ നിർണായകമായിട്ട് മാറും. ആരാവും ഈ സൂപ്പർ പോരാട്ടത്തിൽ സമ്മർദ്ദത്തെ മറികടന്ന് വിജയിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.